Hello man, what's up? എന്തുണ്ട് വിശേഷങ്ങൾ? ആ ടൈമിൽ കറക്റ്റ് ഷൂട്ട് ഓൾറെഡി ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു, സർപ്രൈസ് ഒന്നും അല്ല പറയായിരുന്നു. മാഡം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമല്ലേ? ഒരു ഗിഫ്റ്റ് അങ്ങ് തന്നേക്കാം. So this is a cake. Merry Christmas to all of you. ആ ഗിഫ്റ്റുമായിട്ട് ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നതിലും ബ്ലോക്കില് അതെ, ഈ ട്രാഫിക്കില് ഇതൊക്കെ കടന്നും അതെ കടമ്പകടം നിർത്തി. ചെയ്യൂ ഇതൊക്കെ. ഇപ്പൊ കൈ കൊടുക്കാൻ പേടിയാ. ഇപ്പൊ എല്ലാരെയും കാണുമ്പോ നന്ദി നമസ്കാരം. അപ്പൊ ഓക്കെ, നമ്മുടെ ഗിഫ്റ്റ് തരാൻ പോവാണ്. ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് നമ്മൾ ഗ്രേസിന് കൊണ്ടുവന്നിരിക്കുന്നത്. സീമോസ്. താങ്ക് യു വെരി മച്ച്. ഞാൻ സിനിമാ നടി ആയതിൽ എന്റെ മാതാപിതാക്കളെ ഏറെക്കുറെ സന്തോഷിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഇങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റുകൾ. ഇത് ബാറ്ററി കിട്ടുന്നോടാ, 3 ബാറ്ററി വരെ തന്നിരിക്കുന്നു. ഞാൻ വരുവാ എനിക്കൊന്ന് വണ്ടിയിലൊക്കെ ഫിറ്റ് ചെയ്ത് തരില്ല, ഇതാകെ ഞാൻ തരില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ചോക്ലേറ്റ്സ് ആണോ? കൊടുക്കില്ല. അത് എന്തായാലും സീമോസിന് ഒരു ബിഗ് താങ്ക് യു. താങ്ക് യു സോ മച്ച്. Seamos, India's leading corporate gifting company. ഹായ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ എക്സ്മസ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സീമോസ് ആണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ മെറാൾഡ ജുവൽസിലാണ്. ഇവിടെയാണ് ആ വ്യക്തി ഉള്ളത്. ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം വയറ് നിറച്ച് നട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കപ്പ് ചായയും. അതാരാ നോക്കാം. കമോൺ. Hello man, what's up? എന്തുണ്ട് വിശേഷങ്ങൾ? ഓൾ ഗുഡ്? All good. ഹൗ ആർ യു? I'm good. How are you? ഫുഡൊക്കെ കഴിച്ചെങ്കിൽ ഇരിക്കുക അല്ലേ? ഫുഡ് കഴിക്കാനുള്ളത്. പിന്നല്ല. ഇരിക്കുവാ, സോ കുറച്ച് യാ, ഹാപ്പി ക്രിസ്മസ്. Merry Christmas. യെസ്. അപ്പോൾ ഈ ക്രിസ്മസിന് ഞങ്ങൾ ഓർത്തു എന്തായാലും ഒരു ഗിഫ്റ്റ് ആയിട്ട് വരാം. കുറച്ച് വർഷങ്ങളായിട്ട് ആക്ച്വലി ഇടയ്ക്കിടെ ഗിഫ്റ്റുകൾ നമ്മൾ തരുന്നല്ലേ, Yes. FM നിന്നായിട്ടും അല്ലാതെയൊക്കെ. yes. സോ ടുഡേ വി ആർ പ്ലാനിങ് ടു ഗിവ് എ വെരി ഗുഡ് ഗിഫ്റ്റ്. അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പ്രായക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഈ ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ? ബട്ട് ഫസ്റ്റ്ലി താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എനിക്ക് ഗിഫ്റ്റ് തരാൻ തോന്നിയതിലും ആ ഗിഫ്റ്റുമായിട്ട് ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നതിലും ബ്ലോക്കില് അതെ, ഈ ട്രാഫിക്കില് ഇതൊക്കെ കടന്നും അതെ കടമ്പകടം നിർത്തി. ചെയ്യൂ ഇതൊക്കെ. പിന്നല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിന് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ ലൈക്ക് ഒരു 8-9 years ആയില്ലേ ദാറ്റ് വി ഹാവ് ബീൻ ഡൂയിങ് ഇന്റർവ്യൂസ്. പല ഇന്റർവ്യൂസ് ആയിട്ട് ഞാനൊരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് വലിയ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഇന്റർവ്യൂസും വളരെ കുറവാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ഒരു മൂവി ചെയ്തപ്പോൾ അതിന്റെ പ്രൊമോഷന് മാത്രം കണ്ടായിരുന്നു. പിന്നെ FM ഞാൻ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്ന സമയത്ത് നമ്മള് തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. സിൻസ് ദെൻ. സോ ടുഡേ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് റെഡി. യെസ്, ദിസ് ഈസ് യുവർ ഗിഫ്റ്റ്. ഇത് സീമോസ് ആണ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരെന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഗിഫ്റ്റ് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ 100-ലേറെ ബ്രാൻഡായിട്ട് ടൈപ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ശംഭു. താങ്ക് യു ജിഞ്ചർ മീഡിയ. താങ്ക് യു സോ മച്ച്. വെരി സ്വീറ്റ്. നൈസ്. I was actually sure that you will like it. നല്ല വെരി പ്രിറ്റി കാൻഡിൽസ്. കാൻഡിൽസ് തന്നെയാണോ കഴിക്കാനുള്ള സാധനം വല്ല? അതെ കാൻഡിൽസ് തന്നെ. ഇത് ഉപകാരപ്പെടും. വീട്ടില് കോളിംഗ് ബില്ലിന് പകരം വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ റൂമിന് താഴേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പനെ അമ്മേനൊക്കെ വിളിക്കാം. അപ്പൊ ബിരിയാണി റെഡി, പെട്ടെന്ന് വാ. ഡേ കഞ്ഞി അതേ ഉണ്ടാക്കി എനിക്ക് അറിയൂ. മനസ്സിലായിരുന്നു. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് യു ക്യാൻ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ് അവിടെ തന്നെ. എന്തെങ്കിലും ഒക്കെ ഇടാം. എന്നിട്ട് അത് ഹാങ് ചെയ്യാം മറ്റേ കിച്ചൺ പോലെ. ഓ നൈസ്, വെരി നൈസ്. ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണല്ലോ. ബാറ്ററി ഒക്കെ ഉണ്ട്. അതെന്തിനാന്നറിയോ? വാവ്, എന്തിനാ? This is very nice, sir. Thank you. You are actually correct വേണ്ടിയ ഗിഫ്റ്റ്. You made the inner child in me very happy. Yes. പണ്ടൊക്കെ ഗിഫ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ടോയ്സ് ഒക്കെ കിട്ടുമ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. ഇത് ബാറ്ററി ഇട്ടിട്ട് ക്രിസ്മസ് പപ്പ ഇങ്ങനെ ഓടും, ചാടും, മറ്റേ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. യോ കേക്ക്. ക്രിസ്മസിന് ഇത് എന്തായാലും very nice. It's not a very big cake or anything. Very nice. Eggless plum cake. Nuts. അതിന്റെ പൈനാപ്പിൾ നല്ല ടേസ്റ്റാ.
സ്ട്രോബെറിയും പൈനാപ്പിളും നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് ക്യാമറമാന് കൊടുക്കാം. ഓക്കെ, എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറമാൻ. എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന എന്നാ ഏതാ എടുത്തത്? കിവിയോ? സ്ട്രോബെറി എടുത്തോ. അപ്പോൾ എന്തായാലും വെരി വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അടിച്ചു പൊളിക്കുക. എവിടെയാണ് ന്യൂ ഇയർ? എവിടെയാണ് പ്ലാൻ? എന്തെങ്കിലും ഉണ്ടോ? ഫാമിലിയുടെ കൂടെ ആയിരിക്കണം. Chilling. ഫ്രണ്ട്സ് എന്തായാലും ഇൻവിറ്റേഷൻ തരും. അപ്പം chilling. That's it. Of course. And happy Christmas and happy New Year. Thank you, Shamu, and to everybody watching us. Happy Christmas and a very, very, very happy New Year to you guys. Yes, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗ്രേസ് ആൻ്റണിക്കാണ്. നമ്മുടെ സീമോസ് ആണ് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സോ കം. ആ ടൈമിൽ കറക്റ്റ് ഷൂട്ട്. അപ്പോൾ ഹായ് ഗ്രേസ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടിന്ന്. സന്തോഷമായില്ലേ? സന്തോഷമായി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് എന്താണ് സ്പെഷ്യൽ? ഇത് ഇഡി തന്നെയാണോ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുന്നത്? ക്രിസ്മസ് എനിക്ക് എപ്പോഴും എല്ലാ വർഷവും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളും കൂടെ ആയതുകൊണ്ട് ക്രിസ്മസിന് നോർമലി എപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ക്രിസ്മസ് എന്തായാലും വീട്ടിലാണ്. ആൻഡ് ഇത് ചെറിയ ഓൺ ദ കേക്ക് എന്ന് പറയുന്ന ഈ ക്രിസ്മസിനാണ് ഇഡി റിലീസ്. അതെ 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 അതെ. രണ്ടും കൂടെ ഫാമിലിയായിട്ട് കാണാൻ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട് മലയാള സിനിമയിൽ റിലീസ്. അതും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പടം മാത്രമല്ല സിനിമയിൽ ഒത്തിരി ഒത്തിരി പടങ്ങൾ റിലീസ് വരുന്നുണ്ട്. അതും ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ മിനിങ്ങാന്നോ ഏറ്റവും കൂടുതൽ വൈറലായിട്ടൊരു സംഭവം മറ്റേ കൈ കൊടുക്കുന്നത്. എന്റെ പിന്നെ ഇപ്പൊ കൈ കൊടുക്കാൻ പേടിയാ. ഇപ്പൊ എല്ലാരെയും കാണുമ്പോ നന്ദി നമസ്കാരമാണ്. അത് കുറെ വൈറലായല്ലോ. അത് മറ്റേ ബേസിൽ ജോസഫ് ടോവിനോ യൂണിവേഴ്സിലേക്ക് പോയി. ഇപ്പൊ ആക്ച്വലി ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ വരുന്നുണ്ട്. അപ്പൊ ഭേദം നമ്മളാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അതെന്തായിരുന്നു ആക്ച്വലി അതെങ്ങനെയായിരുന്നു സംഭവം? അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇൻക്ലൂഡിങ് ടോബി, സുരാജ് ചേട്ടൻ, ബാക്കിയുള്ള എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ ഞാൻ റിട്ടേൺ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ ക്രൗഡിനെ കാണുമ്പോൾ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റുമുള്ളൊന്നും കാണില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ മാത്രമേ ഞാൻ കാണുള്ളൂ. എനിക്ക് ബാക്കി വിഷനൊക്കെ കട്ടായി പോകും. അപ്പൊ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഇരുന്ന 3 വ്യക്തികൾക്ക് ഞാൻ പോയപ്പോൾ കൊടുത്തില്ല. അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് തിരിച്ചു വന്ന വഴി സുരാജേട്ടൻ എനിക്ക് വീണ്ടും ഷേക്ക് ഹാൻഡ് തരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ അതെ. അപ്പൊ പുള്ളി വീണ്ടും വിനയം അഭ്യർത്ഥിച്ചപ്പോ ഞാനത് പെട്ടെന്ന് നിരസിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് അത്രേ ഉള്ളൂ. അതിന് മേലെ പിന്നെ സുരാജേട്ടൻ ആയതുകൊണ്ട് അത്രയും സിമ്പിൾ ആയിട്ട് എടുത്തുള്ളൂ. അതെ അതെ. അപ്പൊ ഓക്കെ, നമ്മുടെ ഗിഫ്റ്റ് തരാൻ പോവാണ്. ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ്, എക്സ്മസ് ഗിഫ്റ്റ് ആണ് നമ്മൾ ഗ്രേസിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ സീമോസ് ആണ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സീമോസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഗിഫ്റ്റ് ഉള്ളപ്പോഴാണ് എൻ്റെ ഒരു സീമോസ് എന്ന് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ബ്രാൻഡാണ്. ഇവർക്ക് 0 to അതായത് 100-ലേറെ ബ്രാൻഡ്സ് ഇവർക്കുണ്ട്. എപ്പോൾ ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്വാളിറ്റി, ടൈംലി ഡെലിവറി എല്ലാം ഇവർക്കുണ്ട്. എവിടെയാണെങ്കിലും കോർപ്പറേറ്റ് ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ആയിക്കോട്ടെ, എത്ര ഗിഫ്റ്റ് വേണം, ഒരു 10 രൂപ മുതൽ 1 ലക്ഷം വരെയുള്ള പ്രൊഡക്ട്സ് എനിവെയർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സീമോസ് യെസ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഞാൻ സിനിമാ നടി ആയതിൽ എൻ്റെ മാതാപിതാക്കളെ ഏറെക്കുറെ സന്തോഷിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഇങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റുകൾ. കാരണം നോർമലി നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ അവർക്ക് അങ്ങനെ ഫിസിക്കലി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി കൊടുക്കും. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന സംഭവങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക്, എസ്പെഷ്യലി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ. എന്നാ കിട്ടി, ഇതിന്റെ ക്രിസ്മസിന് എന്നാ കിട്ടിയത്, അത് പണ്ട് അമ്മ ഓരോ സാധനങ്ങളും എന്തെങ്കിലും ഒരു മുട്ടായി എവിടെയെങ്കിലും പോകുമ്പോൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ കിട്ടുമ്പം അമ്മമാരങ്ങനെ കഴിക്കത്തില്ല, മക്കൾക്ക് വേണ്ടി കൊണ്ടുവരില്ലേ. ഒരു പ്രായം വരെ ഞാൻ അപ്പം തന്നെ കഴിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കാണോ വീട്ടില് അപ്പനും അമ്മയുണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള ഒരു സംഭവം വന്നത്. നമുക്കും പ്രായം കൂടുന്നുണ്ട്. എനിവേ ഓക്കെ, ഇതെല്ലാം ഭയങ്കര നെസസറി ആവശ്യങ്ങളാണോ, സംഭവങ്ങളാണോ? ഓക്കെ, എന്തോ കിണുങ്ങുന്നുണ്ട്. ഉപകരിക്കും. ഇതിനകത്ത് മറ്റേ എനിക്കില്ലേ ഈ ഓപ്പൺ ചെയ്യാൻ ഇല്ല
ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് വൃത്തികേടായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര നീറ്റായിട്ട് എനിക്കൊരു കത്രിക വേണം, അങ്ങനെ എന്തെങ്കിലും ആയിട്ടേ ഞാൻ കട്ട് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ വലിച്ചു വാരി പൊട്ടിക്കുന്ന ഇഷ്ടം. ഈവൻ ആമസോണിൽ ഒരു ഓർഡർ വന്നാൽ പോലും, കാരണം എനിക്കത് അത് റിട്ടേൺ ചെയ്യുമ്പോൾ എനിക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. ഓ, ഇതെന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. സാറ് താഴേന്ന് വിളിച്ച് എന്നെ കേൾക്കാറില്ല, അപ്പൊ താഴേന്ന് അമ്മയ്ക്ക് ഇനി വിളിച്ചാൽ മതി. എന്തായാലും ഉപകാരമുള്ള കാര്യം കേട്ടോ. ഇതെന്തായാലും ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ എന്താ പറയാ, നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തൊരു വാട്സ് ഇൻ മൈ ബാഗ് ഉണ്ടല്ലോ, പണ്ട് ചെയ്തത്. അതെനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ ബാഗിൽ സാധനങ്ങൾ എടുക്കുന്ന പോലെ ഉണ്ട്. അതിന്റെ ഫാൻസ് ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് റിയൽ ആയിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യാനായിട്ട് പറഞ്ഞു, ഇങ്ങനെ വിളികൾ വന്നു. പക്ഷെ എനിക്ക് എന്തോ നിങ്ങളുടെ അങ്ങനെ കിടക്കട്ടെ എന്നുള്ളൊരു അതിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആയിട്ട്, എനിക്ക് എക്സ്ട്രാ ഡീസന്റ് ആവാൻ പറ്റില്ല. ഡ്രൈ ഫ്രൂട്ട്സ് സ്വീറ്റ് ഷുഗർ കട്ടാണേ. ഇതാണോ ലൈറ്റ്സ് ആണോ? അയ്യോടാ, സോ ക്യൂട്ട്. ഇത് അമ്മയേക്കാൾ കൂടുതൽ എന്റെ സിസ്റ്ററിന്റെ മോൻ ഹാപ്പിയാവും. ബാറ്ററി ഉണ്ട്, അതിനാണ് 3 ബാറ്ററീസ്. അതിട്ട് കഴിഞ്ഞാൽ ഇതാവും തോന്നുന്നു, ചാടി ഓടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇട്ട് നോക്കാം. പിന്നെ നല്ലൊരു കേക്ക്. എന്റെ വീട്ടിൽ സ്വന്തമായി എനിക്കൊരു ബേക്കർ ഉണ്ട്. എന്റെ സിസ്റ്റർ ഷാരോൺ എന്നാണ് അവളുടെ പേര്. ഷാരോൺ സ്വീറ്റ് ബേ എന്ന് പറഞ്ഞിട്ടൊരു ഹോം ബേക്കിംഗ് സംഭവം പുള്ളിക്കാരിക്കുണ്ട്. ഷാരോൺ സ്വീറ്റ് ബേ ആണ്. ഷാരോൺ സ്വീറ്റ് ബേ. പുള്ളിക്കാരി ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പോയി മുറിച്ചെടുക്കാൻ പറ്റില്ല. കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടില്ല. അപ്പൊ ഇത് ഞാൻ അവർക്ക് കൊടുക്കാതെ ഞാൻ തന്നെ തിരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫൈനലി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് കൊടുത്തോളൂ. അപ്പം ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും, ശംഭുവിനും, എല്ലാ ടീമിനും, എന്റെയും സാൻഡയുടെയും വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അബേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് തരികയാണ്. ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അത്. സീമോസ് ആണ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഈ ഗിഫ്റ്റ് അബേക്ക് തരുന്നു. ക്രിസ്മസിന്റെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് എനിക്ക്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ഗിഫ്റ്റും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ മാസമായിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഈവൻസിനൊക്കെ ആണെങ്കിലും കുറേ ഗിഫ്റ്റുകൾ വേണം ഒരേ ടൈപ്പ്, ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ടൈംലി ഡെലിവറി ആയിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും, ആൻഡ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്ന് തീർച്ചയായിട്ടും സീമോസിനെ പറയാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് കുറെ ഈവൻസിന്റെ പരിപാടികളൊക്കെ വരുന്നല്ലേ, അപ്പൊ തീർച്ചയായിട്ടും മാസമായിട്ട് ഗിഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കിക്കും. കഴിക്കാനുള്ളതാണോന്നല്ലേ മനസ്സിലാക്കുന്നത്. ഇവരുടെ പ്രൊഡക്ട്സ് റേഞ്ചിങ് നോക്കുകയാണെങ്കിൽ 10 rupees തൊട്ട് 1 lakh വരെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. ഒരു ക്രിസ്മസ് പെപ്പർ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വെക്കാനുള്ള സാധനങ്ങൾ. മോർ ദാൻ 100 ബ്രാൻഡ്സുമായിട്ട് ഇവർക്ക് ടൈപ്സും കാര്യങ്ങളും ഉണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചോ വീട്ടില്? പിന്നെ നിങ്ങൾ ഇവിടെ വെക്കാൻ പോവുകയാണ്. ആണോ? നൈസ്. ഇതൊക്കെ വീട്ടിൽ ക്യാൻഡിലാണ്. ക്യാൻഡിലുണ്ട്. I didn't understand the borders. ഇത് എന്താണ്? എന്തെങ്കിലും വെക്കാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. And you can hang it also. Yeah, that's nice. എനിക്കൊന്ന് വണ്ടിയിലൊക്കെ കുക്ക് ചെയ്ത് തരില്ല, ഇതാകെ ഞാൻ തരില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ചോക്ലേറ്റ്സ് ആണോ? ഓക്കെ, ഡ്രൈ ഫ്രൂട്ട് കൊടുക്കൂല. അത് എന്തായാലും സീമോസിന് ഒരു ബിഗ് താങ്ക് യു. വേണം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇത് കലണ്ടർ. നിങ്ങളാണ് ഇപ്പൊ എനിക്ക് ആദ്യം കലണ്ടർ വരുന്നത്. നൈസ്. അത് മലയാളത്തിലുള്ള കലണ്ടർ. ഐ എം ഹാപ്പി. എനിക്ക് മലയാളത്തിലുള്ള കലണ്ടർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കും. അതെ. ഇവര് പിന്നെ ടൈംലി ഡെലിവറി ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സീമോസ് കറക്റ്റ് ടൈമിൽ നമുക്ക് ഡെലിവറി. ഞാൻ പറഞ്ഞ 10 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള എന്ത് പ്രൊഡക്റ്റും ദേ കൻ ഡെലിവർ. ക്രിസ്മസ് പപ്പ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് പപ്പ തൂക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ബാറ്ററി ഉണ്ട്.
ഇത് എവിടെ വെക്കാമെന്നല്ല ഫസ്റ്റ് മൈൻഡിൽ ഓർത്തത്. അതെ, അല്ല എനിക്ക് ക്രിസ്മസ് ട്രീയിൽ വെക്കാനുള്ള അത് സാധനമാണ്. വെക്കാലോ. ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം അതിന്റെ ഇതായിട്ട് തന്നെ ഞങ്ങൾ തന്നു തുടങ്ങി. താങ്ക് യു. ആൻഡ് ദർ ഇസ് എ ബാറ്ററി. ഓ അവർ ഫുള്ള് സംഭവമാണ്. ഫുൾ സംഭവമാണ്. ഓ കേക്ക്. താങ്ക് യു സോ മച്ച്. യെസ്. അപ്പം സീമോസിന്റെ വക ഇത്രയും ഗിഫ്റ്റുകൾ അവയ്ക്ക്. സോ ഫൈനലി യു ക്യാൻ വിഷ് ദം. ക്രിസ്മസിന് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റാണ് സീമോസിന്റെ വക. സോ ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് സീമോസ്. മാഡം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമല്ലേ? അറിയാം. വെച്ചോ, ഒരു ഗിഫ്റ്റ് അങ്ങ് തന്നേക്കാം. ഞങ്ങളുടെ സ്പെഷ്യൽ ജിഞ്ചർ മീഡിയയുടെ വക ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇല്ല, ഒരു ചായ മേടിച്ചേരാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് 5 രൂപയുടെ ബൂസ്റ്റ്. പ്രൊമോഷൻ. അപ്പൊ ഇറങ്ങി വരൂ. കമോണ്ടർ മഹേഷ് എന്ന് പറയുന്ന പോലെ തന്നെ പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്, അത് പഠിച്ചു വെക്കട്ടെ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. എന്താ വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. കമോൺ നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാ കൊല്ലവും ഓണത്തിനും ക്രിസ്മസിനും കാണും. സത്യം, എന്തെങ്കിലുമൊക്കെ വഴി ഒന്നെങ്കിൽ ഓണം അല്ലേ സെലിബ്രേഷന് വേണ്ടി കാണുന്ന ഒരേ ഒരാൾ രണ്ടുപേരാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ, മറ്റേ ജഡ്ജിമെന്റ്, ഇനാഗുറേഷൻസ് പരിപാടി, മറ്റേ കോഴിക്കോട് അവിടെയുള്ള പരിപാടികൾ. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും ലൂപ്പിലിടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരുമ്പോൾ. അപ്പോൾ എക്സ്മസിന്, ഈ ക്രിസ്മസിന് ഞങ്ങൾ ജിഞ്ചർ മീഡിയയുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നമ്മൾ സീമോസിന്റെ വകയാണ് ഗിഫ്റ്റ്. സീമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് 100-ലധികം ബ്രാൻഡ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. 10 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള ഗിഫ്റ്റ് പ്രോഡക്ട്സുകൾ അവരുടെ കയ്യിലുണ്ട്. വൈഡ് വെറൈറ്റിയാണ്. കോർപ്പറേറ്റ് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ എപ്പോൾ ഗിഫ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ ശംഭു, എല്ലാ വർഷവും ഗിഫ്റ്റുമായിട്ട് നീ വരണം എന്നെ കാണാൻ. വരുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു നല്ല തുടക്കമാവട്ടെ. അതെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആ ഗിഫ്റ്റ് വരികയാണ് ജിഞ്ചർ മീഡിയയുടെ വക സ്പെഷ്യൽ. സോ ഇതാണ് ഗിഫ്റ്റ്. നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഓപ്പൺ ചെയ്തല്ലോ, ബോണറ്റിൽ വെച്ച്. എന്താ അഭിപ്രായം? കമോൺ, ഇത് ഫുള്ള് മിററിനൊക്കെയുള്ളതാണ്. ഓരോന്ന് തുറന്നു നോക്കിക്കോളൂ. യെസ്, അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടിച്ചു മാറ്റാം, വേറെ കാര്യം. യെസ്, കൊള്ളാലോ, കുറേ ഉണ്ടല്ലോ. വന്ന കാര്യമായിരുന്നു ഇപ്പോഴാണ് വനില അല്ലേ? ഫസ്റ്റ് വൺ ഞാൻ തുറക്കാം അല്ലേ? ഓക്കെ. സീമോസ് ആക്ച്വലി എന്തൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെ ടൈംലി ഡെലിവറി ആയിരിക്കും. വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ സീമോസിൻ്റെ. താഴെ ചായ കുടിക്കാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ കിണി എല്ലാവരും പോരെ എന്ന് പറയുക. വയ്യ, അതാണ്. ഓ, വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാ അറിയോ? എടാ ഇങ്ങനെ എടുക്കുന്ന പറയും. ഇതിപ്പോ ഒരെണ്ണം നീ പിക്ക് ചെയ്തോളെ. ഇത് കാൻഡിൽ. പിന്നെ ഇത് എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇതില് എന്താ ഇന്നത്? ഇല്ലടാ, ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, യു ക്യാൻ പുട്ട് സംതിങ് ഇൻ ദിസ്. എന്നിട്ട് അത് കീയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ എന്നിട്ട് ഇവിടെ ഹാങ് ചെയ്തിടാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിപ്പോ തീരുമാനമാവും. ഞങ്ങളിപ്പോ എടുക്കുന്നതായിരിക്കും. അപ്പുറത്തെ കടന്ന് ചായ മേടിച്ചിട്ട് ഞങ്ങൾ ഇത് മുറിക്കുന്നതായിരിക്കും അവിടെ നിന്ന്. ബൂസ്റ്റ് പാക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതുണ്ട്. ഇല്ല മോനെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദിസ്? ക്രിസ്മസ് പപ്പ ആണോ? നല്ല അവസ്ഥയാ. ഇത് ബാറ്ററി ഒക്കെ ഇടണോടാ. 3 ബാറ്ററി ഇപ്പൊ ഇട്ട് നോക്കണം. വേണ്ടല്ലോ, ഉണ്ടോ? എന്ത് ബാറ്ററി വരെ തന്നിരിക്കുന്നു. അതെങ്ങനെയുണ്ട്? ഞാൻ മടിച്ചാണെന്ന് മനസ്സിലാക്കിയ ആരോ ആണ് പാക്ക് ചെയ്തത്. ഞാൻ സീമോസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് ചെയ്യാൻ പോണില്ല, അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് തരണമെന്ന്. അപ്പൊ ഈ ക്രിസ്മസിന്റെ സ്പെഷ്യൽ എന്താണ് പറയൂ? എവിടെയായിരിക്കും? നാട്ടിലായിരിക്കും, വീട്ടിലായിരിക്കും, അമ്മയും ആന്റിമാരുടെ കൂടെ. പിന്നെ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ കാര്യമായിട്ട് അങ്ങനെ സാധാ ക്രിസ്മസ് പോലെ ബിരിയാണി ഉണ്ടാവുമായിരിക്കും. മൂവി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ക്രിസ്മസിന് സ്പെഷ്യൽ പരിപാടികൾ. പരിപാടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ആ 2 ദിവസം 24th 25th ഫ്രീ ആവും. എന്നിട്ട് രാത്രി പള്ളിയിൽ പോകും. ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷെ
നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്നല്ലേ? അത്രേ ഉള്ളൂ. അതാണ് ഫംഗ്ഷൻ. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ഹാപ്പി ആകുക, അടിച്ചു പൊളിക്കുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാം കുറേ സംഭവങ്ങൾ കിട്ടി. ഇനി ഏതാണ് എനിക്ക് തരുന്നത് എല്ലാം ഞങ്ങൾക്ക് തരുന്നതെന്ന് അറിയില്ല. കേക്ക്സ് എന്തായാലും ഞങ്ങൾ അടിച്ചു മാറ്റുന്നതായിരിക്കും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിക്കുക. കേക്ക് പോയി നടപ്പോൾ തന്നെ മൂഡ്. ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹെൽത്ത് അടിപൊളിയല്ലേ? ഗംഭീരമായിരിക്കുന്നു. ദുർനയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വരുന്ന വഴിയാണ് കേട്ടോ. അതെ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഉടനെ ഗിഫ്റ്റ് കിട്ടുന്ന ചടങ്ങ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് ഇതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു സർപ്രൈസ് ആയി പോയി അല്ലേ? ഓറഞ്ച് ആപ്പിളൊക്കെ വാങ്ങിയിട്ടാണ്. ഇത് മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പേഷ്യൻസിന് ഞങ്ങൾ ബാറ്ററി ഇട്ട ക്രിസ്മസ് പപ്പേനാണ് കൊടുക്കുന്നത്, ക്ഷീണം മാറാൻ. ഇത് പിന്നെ കേക്ക്. അതെ, പിന്നെ മുതൽക്കൂട്ടായിരിക്കും എനിക്ക്. അതെ, ഉറപ്പായിട്ടും. അത് അടുത്ത വർഷം കാണണം കേട്ടോ. അടുത്ത വർഷം നീ പുതിയ ഐറ്റംസ് ആയിട്ട് വരില്ലേ? ഞാനാണ് മറ്റേ കുപ്പിന്ന്. അങ്ങനെ ആയിരിക്കണോ? കാരണം ഓണം, ക്രിസ്മസ്. ശരി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പൊളിക്ക്. നെക്സ്റ്റ് മൂവി കൂടൽ അല്ലേ, അത് ഇറങ്ങാൻ പോവുകയാണ്. അത് നമ്മൾ എന്നായിരിക്കും ഏകദേശം റിലീസ് പരിപാടികളൊക്കെ? 2 months. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചിഞ്ചം മീഡിയ ടീം നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത് മാല പാർവതി ചേച്ചിയുടെ വീട്ടിലാണ്. നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വരാം. എന്തുണ്ട് വിശേഷം? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് വിഷസ്. വന്നു മൈക്ക് കുടിച്ചോ. നമ്മൾ എന്തായാലും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഓണത്തിന് നമ്മൾ വരാൻ പറ്റിയില്ല ചേച്ചിയുടെ അടുത്ത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഓടിയെത്തിയതാ. ചേച്ചി മൂവി ടൈം ആയിരുന്നോ ചേച്ചി? ഇല്ല ഇത് നോർമൽ ടൈമാണ്. പ്ലീസ് ചേച്ചി, അപ്പൊ എന്തുണ്ട് ക്രിസ്മസ് വിശേഷങ്ങള്? എന്താണ് പുതിയ മൂവി, അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് വിശേഷം മുറ ഇപ്പോൾ ഈ ക്രിസ്മസിന് വീണ്ടും OTT-യിൽ വരും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ അൻപോട് കൺമണി എന്ന് പറഞ്ഞ സിനിമയാണ് റിലീസ് ഉള്ളത്. അത് ഇറങ്ങിയിട്ടില്ല, ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. പക്ഷേ എൻ്റെ വീരധീരശൂരൻ വരാനുണ്ട്. ക്രിസ്മസിന്റെ കാര്യം പറയുമ്പോൾ ചേച്ചിയുടെ നമ്മുടെ തന്നെ ഇതിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ കണ്ടിട്ട് നമുക്ക് ശരിക്കും കൊതിയായി പോയി. അപ്പൊ അതിന്റെ അത് ഞാനൊരു കേക്ക് കഥ കേട്ടോ. അപ്പൊ ഇത്തവണയും ക്രിസ്മസിന്റെ കേക്ക് റെബേക്കയുടെ കേക്ക് ഇവിടെ ഉണ്ടാവും കുറച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം അടുത്തോണ്ട് നോക്കട്ടെ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന്. വസന്ത, റെബേക്കയുടെ കേക്ക് ഉണ്ടോ? റിബേക്കയുടെ കേക്ക് ഇങ്ങോട്ട്. റിബേക്ക കുഞ്ഞു കേക്ക് ബേക്ക് ചെയ്ത ഉടനെ കൊടുത്തയച്ചിട്ടുണ്ടല്ലേ. ഞങ്ങൾ ആക്ച്വലി അപ്പൊ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ വക ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ക്രിസ്മസ് ഒരു ഹാമ്പർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ എന്തായാലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഈ ഹാമ്പർ ആക്ച്വലി സീമോസ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് കമ്പനിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇവർ ആക്ച്വലി എന്താ പറയാ 10 രൂപ തൊട്ട് ഒരു 10 ലക്ഷം വരെയുള്ള പ്രൊഡക്ട്സ് വേണമെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് കമ്പനിയാണ് അവര്. അപ്പൊ അത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉള്ളതാണ്. അവര് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഗിഫ്റ്റിങ്. അപ്പൊ അവര് ക്യൂറേറ്റ് ചെയ്ത് ചേച്ചിക്ക് തന്നു വിട്ടേക്കുന്നതാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ആവേശം കൊള്ളുക തുറക്കാൻ വേണ്ടി. ഗിഫ്റ്റ് ഹാമ്പർ ജിഞ്ചർ മീഡിയ വക. ഓക്കെ, ബ്യൂട്ടിഫുൾ. കുറേ സാധനങ്ങളുണ്ടല്ലോ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? ചെറിയ ബ്യൂട്ടിഫുൾ ഒരു ബോക്സ്. ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. ഇവിടെ ഓൾറെഡി ക്രിസ്മസ് ഡെക്കോർ ഒക്കെ കഴിഞ്ഞു. ക്രിസ്മസ് ട്രീ ചെറുതാണ്. ക്യൂട്ടായിട്ട് വെക്കാം എവിടെയെങ്കിലും അല്ലേ. What is this? Oh, ഇതൊരു ബാറ്ററി. വെരി യൂസ്ഫുൾ. അതിനുള്ള എന്തെങ്കിലും കാരണം ഉള്ളിൽ ഉണ്ടാകും. ബാറ്ററി വെക്കണമെങ്കിൽ. ഇത് കാൻഡിൽ ആണ്. This is so pretty. ഇനി വാല്യൂബിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്രിസ്മസ് തീമിൽ വെക്കാനായിരിക്കും. ക്രിസ്മസ് തീമിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇത് കുഞ്ഞു ബോക്സ് ആണ്. ബ്യൂട്ടിഫുൾ. നമുക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആണ്. എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചെറിയ കമ്മല് മാല അങ്ങനത്തെയൊക്കെ ഊരി വയ്ക്കാനോ ഇടാനും. എൻ്റെ സ്ഥിരം കളയും എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ട്. So this is useful. And what is next? Okay. Dry fruits. Dry fruits in the dry box. Very nice. Beautiful jar. സീമോസ് ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. മേ ബി അവർ ഹാമ്പേഴ്സും എല്ലാം ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നതായിരിക്കും. Very nice. And who's this? Wow, Santa. ഇതിനകത്താണ് ബാറ്ററി ഇടേണ്ടത് അല്ലേ? ഈ ക്രിസ്മസിന് സാന്റ ഇല്ലാണ്ട് എന്തില്ല. Sweet Santa. അവിടെ ഇരിക്കട്ടെ.
ഓക്കെ And this is a beautiful calendar. നോക്കൂ. ഓക്കെ സിമോസ് മലയാളം മലയാളം calendar വെരി യൂസ്ഫുൾ. ഡേറ്റ്സ് ഒക്കെ എഴുതിയിടാം. സീമോസിൻ്റെ നക്ഷത്രങ്ങളൊക്കെ നോക്കാം, തിഥികളൊക്കെ നോക്കാം. സാധാരണ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടുന്ന കലണ്ടറുകളിലോ മാർക്ക് ചെയ്തൊക്കെ വെക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ ഒരു ചെറിയ എൻഗേജ്മെന്റ്സ് ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഡേറ്റ് വൈസ് ജോട്ട് ചെയ്യാനും പറ്റും. വെരി യൂസ്ഫുൾ. അത് വളരെ തോട്ട്ഫുൾ ആണ് അല്ലേ? ഇവിടെ നമുക്കിപ്പം 2025 ആകുമ്പോൾ എല്ലാവരും ഒരു കലണ്ടർ എവിടെന്നെങ്കിലും ഒരു എക്സ്പെക്ട് ചെയ്യൂല. അത് തന്നെ. വെരി നൈസ്. ഇതെന്താണ്? ഓ ഇത് കേക്കാണ്. കേക്കാണ്. ഓൾറെഡി കേക്ക് ഉണ്ട്, ഷുഗർ കട്ട് ആണ്. എന്നാലും സീമോസ് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. എഗ്ലെസ് പ്ലം കേക്കാണ്. ഞാനും നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇത് തന്നെ തന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഓ ഇത് പ്ലം കേക്കാണ്. വെരി നൈസ്. പ്ലം കേക്ക്. നോക്ക്, വെറുതെ പറഞ്ഞല്ല. മെച്ചോർഡ് കേക്കാണ്. അപ്പൊ അതിന്റെ മെച്ചോർഡ് പ്ലം കേക്കാണ്. ഇതാണ് എന്റെ ഗിഫ്റ്റ് ഹാമ്പർ. ജിഞ്ചർ മീഡിയ തന്ന. വെരി നൈസ്. ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഹാമ്പർ. വെരി നൈസ്. എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കാൻഡിൽ, ഒരു ബെൽ, ചെറിയൊരു ബോക്സ്. This wheel behind. This is it. Okay. Wow. അത് ചേച്ചി എപ്പോഴത്തേക്കും നല്ലോണം അറേഞ്ചും ചെയ്ത് വെച്ചു. എന്തായാലും നല്ല രസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ. റിബേക്കയുടെ കേക്ക് ഉണ്ടാവും. എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ, ഞാൻ പോയി. സോ ദിസ് ഇസ് എ കേക്ക്. മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. ഇതെൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് റിബേക്ക തോമസ് ബേക്ക് ചെയ്യുന്ന കേക്കാണ്. ട്രിവാൻഡ്രത്താണ് അവളുടെ ഷോറൂം ഉള്ളത്. ചായക്കൂട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ്. അവിടെ ഇപ്പം മില്ലറ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ വീഡിയോയിൽ കണ്ട കേക്ക് ഒരു ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ കേട്ട കേക്ക്. ഇതും ഇത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ഓക്കെ. ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ ഉള്ള കുഴപ്പം. അല്ലെങ്കിൽ ഊണൊക്കെ കഴിച്ചിട്ട് പോയത്. അപ്പൊ സർപ്രൈസ് ആയിട്ട് വന്നാ ഇത്ര അപ്പോ പറഞ്ഞിട്ട് ചോക്കോലാവാ കേക്ക് അല്ലേ? ചോക്കോലാവാ കേക്ക്. ഈ ക്രിസ്മസ് 2024 ഈ വർഷം അവസാനിക്കുകയാണ്. അതുപോലെ സ്പെഷ്യൽ ക്രിസ്മസ് ആണ് 2024. എല്ലാവർക്കും ഒരു എക്സ്ട്രീംലി സാഷിയേറ്റിംഗ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ആവട്ടെ. ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടട്ടെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പീസാണ്. അപ്പം പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയമാവട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചിയുടെ അടുത്ത് തന്നെ വരാൻ പറ്റില്ലോ ക്രിസ്മസ് ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്ന സെലിബ്രിറ്റി ഗസ്റ്റ് ചേച്ചിയുടെ അടുത്താണ് ക്രിസ്മസ്. ഐ ആം സോ ഹാപ്പി. താങ്ക് യു ഫോർ ദിസ്. താങ്ക് യു. മിസ്റ്റർ ബിബിൻ ജോർജ്. ഓൾറെഡി ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു, സർപ്രൈസ് ഒന്നുമല്ല എന്ന് പറയായിരുന്നു. കമോൺ. യെസ്. അപ്പോൾ ഇത് വെച്ചോളൂ, മൈക്ക് വെച്ചോളൂ. താങ്ക് യു. എന്താണ് പെട്ടെന്നൊരു വരവ് പ്ലാൻ ചെയ്ത്? ഇതെന്റെ മോളാട്ടോ. യെസ്. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? ഓ UKG അല്ലേ? ഐ നോ, ഞാൻ കണ്ടുപിടിച്ചു. ക്രിസ്മസിന് നമ്മളുടെ ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുമ്പ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം 2-3 ദിവസങ്ങളായിട്ട് ഇത് തന്നെ പരിപാടികളായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സീമോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡേഴ്സാണ്. കോർപ്പറേറ്റിന് മാത്രമല്ല, പേഴ്സണലി ആൾക്കാർക്ക് എത്ര ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉടനടി ഇവർ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. 100-ലധികം ബ്രാൻഡുമായിട്ട് ഇവർക്ക് ടൈപ്പുണ്ട്. 1 രൂപ മുതൽ 1 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് ഇവർ ഡെലിവറി ചെയ്യും. ക്വിക്ക് ഡെലിവറി ആയിരിക്കും, ഓൺ ടൈം ആയിരിക്കും. അപ്പോൾ സീമോസിന്റെ ഗിഫ്റ്റ് ഞങ്ങൾ തരികയാണ്. പിടിച്ചോളൂ. യെസ്, അടിപൊളി ഗിഫ്റ്റുകളാണ്. എന്തെങ്കിലും ആവശ്യമുള്ളത് മാത്രം മേടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എന്ത് ചോദിച്ചാലും ഞാൻ പറയും അപ്പൻ്റെ പൈസ ഇല്ല. ആ സാധനം ഇവള് സ്കൂളിലും പോയിട്ട് പറഞ്ഞു, എന്തോ കൊച്ചെന്തോ കടയിലൊക്കെ പോയിട്ടേ ഇവിടെ അത് അപ്പൻ്റെ പൈസ ഇല്ല, ഒന്ന് അപ്പൻ്റെ പൈസ ഇല്ല ചേട്ടായി, ഒരു മുട്ടായി തരാമോ എന്നൊക്കെ അല്ലേ അങ്ങനെ പറയും. അപ്പൊ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് തുറക്കാം. ഇവിടെ പേര് നിങ്ങൾക്ക് കിട്ടിയ എന്താണ്? ME അല്ല,
ഐ ഇസ് എ ഡച്ച് വൈ. മിഴി. മിഴി. പക്ഷെ മിഴി നല്ലല്ലോ പേര് പറഞ്ഞത് ചോദിച്ചപ്പോ. അല്ല മിഴി എന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കണം. സ്റ്റൈലിഷ് ആയിട്ട് പറഞ്ഞതാ. ആണോ? എങ്ങനെ പറഞ്ഞു? വാട്ട് ഈസ് എ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? മിഴി. യെസ്, ഗുഡ്. ദേ ഫസ്റ്റ് ഗിഫ്റ്റ് കുഞ്ഞുവാക്കുള്ളതാണ്. മിഴി ഫുഡ് കഴിക്കാൻ വന്നേ, ചായ കുടിക്കാൻ വന്നേ. എങ്ങനെയുണ്ട്? ഞാൻ വന്നു. ശമ്പുണ്ടെങ്കിൽ വാന്ന് പറ. ഫുഡ് കഴിക്കാൻ വാ. ശമ്പുണ്ണ ഫുഡ് കഴിക്കാൻ വാ. ഞാൻ വരുവാ. ഇനി അടുത്ത ഗിഫ്റ്റ് നമുക്ക് എടുക്കാം. ദിസ് ഈസ് ഓൾസോ ഫോർ യു. ഭയങ്കര സന്തോഷമായി. ഇത് നമുക്ക് ഞാൻ പറഞ്ഞുതരാവേ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മിഴിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, എന്തെങ്കിലും ചോക്ലേറ്റ്സോ എന്തെങ്കിലും കീയോ പിന്നോ ക്ലിപ്പൊക്കെ ഇല്ലേ ചെറുത്, ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം. ഇവിടെ മനസ്സിലായോ? അവിടെ അല്ല, അല്ലെങ്കിൽ ബെൽറ്റിലോ ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഓക്കെ, അത് അപ്പം ചെയ്ത് തരും. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ഇതും മിഴിക്കുള്ളതാ. എല്ലാം മിഴിക്കുള്ളതാണ്. സി ചെക്ക് ദിസ് ഔട്ട്. എന്താന്ന് നോക്കിയോ? നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കവർ ചെയ്തല്ല. അല്ല സീരിയസ്ലി കൊച്ചുണ്ടെന്ന് അറിയില്ലായിരുന്നു അല്ലേ? ഇല്ലില്ല, ഞാൻ ഓർത്ത് ഒന്നെങ്കിൽ വാവ് സാന്റക്ലോസ്. ബാബു എനിക്ക് തോന്നുന്നു അതില് ബാറ്ററി ഉണ്ടാവും. ബാറ്ററി യു ഹാവ് ടു പുട്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ? ഇത് ചാടും ഓടും പാട്ട് പാടും ഒക്കെ ചെയ്യും ഈ സാന്റക്ലോസ്. അറിയോ മിഴിക്ക്? എന്തോ ഇങ്ങനെ ഞെക്കണമെന്ന് തോന്നുന്നു അല്ലേ? എവിടെ? ആ അച്ചടാ. ഹാപ്പിയായി. ഇപ്പൊ ചിരിക്കേ. ഇപ്പൊ ചെറിയ ചിരി. അച്ചടാ. ഇഷ്ടപ്പെട്ടോ ബാബു? ഇഷ്ടപ്പെട്ടോ? ഇനി താങ്ക് യു പറയല്ലേ? യു വെൽക്കം. ആൻഡ് ഇനി അപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത്തിരി ഓവറാണ് എല്ലാത്തിനും. ആണല്ലേ? അടിപൊളിയാ. എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പയ്ക്ക്. പിന്നെ അപ്പയ്ക്ക് നല്ല ഇത് അമ്മയ്ക്ക് കൊടുക്കാം. കാൻഡിൽസ്, സ്നോ ഇതിൻ്റെ ഇതാണ്. പിന്നെ അപ്പയ്ക്ക് ഒരു കിടിലം കാലണ്ടർ ഇത് വെക്കാം. സൂപ്പർ സീമോസിൻ്റെ തന്നെ കിടിലം കാലണ്ടർ. പിന്നെയാണ് പ്ലം കേക്ക് ഫോർ യു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ ഇനി ബിബിൻസ് അടുത്ത പരിപാടികൾ ഇപ്പൊ എന്റെ നമ്മുടെ രണ്ടുപേരുടെയും കഴിഞ്ഞിരിക്കണം. അപൂർവപുത്രന്മാരാണ് ഇനി അടുത്ത റിലീസ്. വിഷ്ണു ഞാനും കൂടി ഉള്ളത്. ശരി, ശുക്രൻ കൂടൽ എന്ന് പറഞ്ഞ പടമാണ് കഴിഞ്ഞത്. അത് ഹീറോ ആയിട്ടുള്ള പടം. അടിപൊളി. പിന്നെ ഇനി ശുക്രൻ 27-ാം തീയതി ശുക്രൻ തുടങ്ങും. അപ്പൊ എന്തായാലും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. യെസ് മോളൂസ് കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ.